എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇതിൽ നിന്നും PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത്. ആമുഖത്തിൽ ഇന്ത്യ എങ്ങനെ ആയിരിക്കണമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരമാധികാര, സ്ഥിതിസമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കണം എന്ന രീതിയിലാണ് ആമുഖത്തിൽ ഇന്ത്യ എങ്ങനെ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോമാജെറി എന്ന് പഠിച്ചു വെച്ച് ഇതിന്റെ ഓർഡർ PSC ചോദിച്ചിട്ടുള്ളതാണ്. പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വ, ജെ ജനാധിപത്യ, എന്ന് പറയുന്ന റിപ്പബ്ലിക്. അപ്പൊ പസോമാജെറി എന്ന് ഓർത്തു വെച്ചാൽ അതിന്റെ ഓർഡർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. 1976 എത്രാമത് ഭേദഗതി പ്രകാരമാണ് പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര, സ്ഥിതിസമത്വ, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് എന്ന് ചേർത്തത് എന്ന് ചോദിച്ചാൽ 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. 1976 എത്രാമത് ഭേദഗതി പ്രകാരമാണ് പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്ന് ചേർത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 42ാം ഭേദഗതിയിലൂടെയാണ്. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാണ്. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് രാഷ്ട്രത്തിന്റെ ഐക്യം, അഖണ്ഡത എന്നിങ്ങനെയാണ്. ആമുഖം ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് ജനുവരി 3, 1977 ആമുഖത്തിന്റെ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ജനുവരി 3, 1977 മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം 3 മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം 3. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൗലികാവകാശങ്ങളാണ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങൾ മൗലികാവകാശങ്ങളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1928. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1928. മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയ ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടനയാണ്. മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഇന്ത്യ ഭരണഘടന അമേരിക്കൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6 മൗലികാവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6 ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം എന്നിവയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം എന്നിവയാണ്. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിയമത്തിനു മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ നിരോധിക്കുക, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുക, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്നിവയാണ്.
സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ നിയമത്തിനു മുന്നിലുള്ള സമത്വം ഉറപ്പാക്കൽ, ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്നിവയാണ്. നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമത്തിനു മുന്നിലെ സമത്വം എന്നുള്ളതാണ്. നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമത്തിനു മുന്നിലെ സമത്വമാണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. സമത്വം കൈവരിക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം, ഇന്ത്യൻ ശിക്ഷാ നിയമം, പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം. സമത്വം കൈവരിക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം, പിന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം, പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം എന്നിവയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാന്ന് ചോദിച്ചാൽ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കിയതിന് കാരണം സ്ഥാനപ്പേരുകൾ അസമത്വത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കിയതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാല് സ്ഥാനപ്പേരുകൾ അസമത്വത്തിന് കാരണമാകുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായിട്ടുള്ള സംരക്ഷണം. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങള് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഏതു തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, 6 മുതൽ 14 വയസ്സുവരെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അന്യമായ അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിട്ടുണ്ട്. വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നിർബന്ധിത തൊഴില്, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിട്ടുണ്ട്. വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ആരുടെ വാക്കുകളാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായി അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ആരുടെ വാക്കുകളാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി നെഹ്റുവാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി നെഹ്റു. മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല,
ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നിവയാണ്. മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നിവയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഏതെങ്കിലും പ്രത്യേക മതത്തിന് പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമുണ്ട്. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനും സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശം കൂടെ ഇന്ത്യൻ ഭരണഘടന മനുഷ്യർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാൽ, അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തിന് അവർക്ക് അവകാശമുണ്ട്. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശവുമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തിനുള്ള അവകാശമുണ്ട്. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശവുമുണ്ട്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയാം. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ നമ്മൾ റിട്ടുകൾ എന്നാണ് പറയുന്നത്. ഈ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ BR അംബേദ്കറിന്റെ വാക്കുകളാണ്. ഈ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇതാരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ BR അംബേദ്കറിന്റെ വാക്കുകളാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അവകാശമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അവകാശമുള്ളത് സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയ്ക്കാണ്. കോടതികളിൽ പുറപ്പെടുവിക്കുന്ന റിട്ടുകളുടെ എണ്ണം 5 എണ്ണാണുള്ളത്. കോടതികളിൽ പുറപ്പെടുവിക്കുന്ന റിട്ടുകളുടെ എണ്ണം 5. സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന 5 തരം റിട്ടുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, സെർഷ്യോററി, പ്രോഹിബിഷൻ എന്നിവയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന 5 തരം റിട്ടുകൾ ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, സെർഷ്യോററി, പ്രോഹിബിഷൻ എന്നിവയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 4. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം നിർദ്ദേശക തത്വങ്ങളാണ്. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം നിർദ്ദേശക തത്വങ്ങൾ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം നിർദ്ദേശക തത്വങ്ങളാണ്. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ചില അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ചില ഇനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കൽ,
അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നിവയാണ്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ചില ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ താൽപര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നിവയാണ്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പലതും ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പലതും ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭാഗം നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ചിലത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം എന്നിവ. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ചിലത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം എന്നിവയാണ്. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രം അറിയപ്പെടുന്നത് ക്ഷേമരാഷ്ട്രം എന്നാണ്. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രം അറിയപ്പെടുന്നത് ക്ഷേമരാഷ്ട്രം എന്നാണ്. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് നിർവഹിക്കുന്ന കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് നിർവഹിക്കുന്ന കടമകളെ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നു. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A.